നമ്മൾ ഫുട്ബോളിനെ പറ്റി സംസാരിക്കുമ്പം ഒരു വലിയ കൾച്ചറൽ എക്സ്പോർട്ട് കൂടിയാണല്ലോ നടക്കുന്നത്. കാരണം നമ്മൾ സ്പെക്ടക്കിൾ എന്നുള്ള രീതിയിൽ ഇപ്പം ടെലിവിഷനിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഒക്കെ കാണുന്ന സമയത്ത് ഇന്നലെ ഒരു വലിയ 2 സംഭവങ്ങൾ ഉണ്ടായത് നമുക്ക് റെനെ ഹിഗിറ്റ ഇന്നലെ കൊളംബിയയുടെ കളിയിൽ ഗാലറിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷക്കീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളംബിയയുടെ വേറൊരു കൾച്ചറൽ എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ താരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം കൂടെ വരുന്ന സമയത്ത് നമ്മൾ ഫുട്ബോൾ മാത്രമല്ല ഒരുപാട് സിവിലൈസേഷനിലായിട്ടുള്ള കൊടുക്കലും വാങ്ങലും ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. പക്ഷെ ഷക്കീറയ്ക്ക് വിചാരിച്ച അത്ര ശ്രദ്ധ കിട്ടിയിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ പിച്ചിൽ അതിലും വലിയ ഐക്കൺ മെസ്സിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതെ അതെ, എന്നാലും നമ്മളൊരു ചില ഗ്ലിംസസ് കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിൽ ഇന്നലെ സംസാരിച്ചതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ അർജന്റീനയുടെ കളി അതിൽ കേപ്പ് വെർദെ നമ്മൾ ദിലീപ് പ്രതീക്ഷ പോലെ അല്ല നടന്നത്. അല്ല, ശരിക്കും അവരുടെ ഗെയിം ഓഫ് ദ ലൈഫ്സ് ആയിരുന്നു. ഇതിപ്പോ ലോകകപ്പ് ചരിത്രത്തിൽ ആരും ഇത് മറക്കാൻ പോണില്ല. ഈ കളി പണ്ട് നടന്നിട്ടുള്ള അട്ടിമറികളൊക്കെ നമ്മൾ അതിനെപ്പറ്റി ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ ആഫ്രിക്കൻ ടീംസിന്റെ നേട്ടങ്ങളായാലും ഇതൊക്കെ വലിയ രാജ്യങ്ങളാണ്, വലിയ ഒരു ഫുട്ബോൾ ട്രഡീഷനുള്ള രാജ്യങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ അവരെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ കാമറൂൺ 90-ൽ വന്ന് കളിക്കുമ്പോൾ അവർ 2 തവണ ആഫ്രിക്കൻ ചാമ്പ്യൻസ് ആയിരുന്നു. അതേപോലെ നോർത്ത് കൊറിയ വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. അവർ ഇറ്റലിയെ തോൽപ്പിച്ചപ്പോൾ 66. ഇത് വെറും 5 ലക്ഷം ആൾക്കാരുടെ 10 ദ്വീപ്. അതും ഈ കളിക്കാരെ പറ്റി ഞാൻ ആഫ്രിക്കയിലൊരു TV ഷോന് കൺസൾട്ടന്റ് ആണ് ഇപ്പൊ ലോകകപ്പിന്റെ സമയത്ത്. അവിടെ ഞങ്ങളുടെ ടാലന്റ് നൈജീരിയെന്നും കെന്യെന്നും സൗത്ത് ആഫ്രിക്കയെന്നുമാണ്. ഇവര് വരെ ഇവർക്ക് ഒരൊറ്റ കളിക്കാരന്റെ പേര് പോലും അറിയില്ലായിരുന്നു ഇത് തുടങ്ങുമ്പോ. എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഞാനാണെങ്കിൽ ശരിക്കും ആഫ്രിക്കൻ ഫുട്ബോൾ ഫോളോ ചെയ്യണ ഒരാളാണ്. പക്ഷെ ഈ കളിക്കാരെ പറ്റി ആർക്കും ആദ്യം ഈ പേരുകൾ കേൾക്കേണ്ടത് എപ്പോഴാ കാമറൂണിനെ പിന്നിലാക്കി ഇവര് ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് ആദ്യം ഇങ്ങനത്തെ ഒരു ടീം ഉണ്ടെന്ന് തന്നെ പലരും അറിയുന്നത്. Camely Diamond and Gold, setting trends in Calicut. ഈ ഒരു നമ്മൾ കളിയെക്കുറിച്ച് പറഞ്ഞാൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത് ഒരു ആഫ്രോ അറ്റ്ലാന്റിക് രാഷ്ട്രം എന്നുള്ള രീതിയിലേ, അപ്പോൾ അവരൊരു പോർച്ചുഗൽ കോളനി ആയിരുന്നു. മറ്റൊരു തരത്തിലും അവരുടെ ഒരു ഇക്കോണമിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, ടൂറിസം മാത്രമാണ് അവരുടെ ഒരു ഇക്കോണമിയിൽ ഏറ്റവും പ്രധാനം. എനിക്ക് തോന്നുന്നത് ഈ ഫുട്ബോൾ ഇതോട് കൂടിയിട്ട് ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ചിലപ്പോൾ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലൊക്കെ പക്ഷെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ആഫ്രിക്കയിൽ ജീവിക്കണവർക്ക് വരെ പലർക്കും ഇതിപ്പോ മാപ്പിൽ എവിടെയാന്ന് പറയാൻ പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ടീമും ഒരു രാജ്യമാണ്. മറ്റേതിപ്പോ നൈജീരിയ, ഗാനയ്ക്ക് ഇപ്പൊ ബ്ലാക്ക് സ്റ്റാർസ് ഓഫ് ഗാന ആദ്യത്തെ ആഫ്രിക്കൻ സൂപ്പർ ടീമായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ ആ ഒരു പാരമ്പര്യം ഉണ്ട്. ഇതൊന്നും ഒരു ആഫ്കോൺ സെമിയും പോലും എത്താത്ത ഒരു ടീമാണ്. ഇവിടെ വന്ന് 120 മിനിറ്റ് അർജന്റീന ഏറ്റുമുട്ടിയെന്ന് മാത്രമല്ല വിറപ്പിച്ചു. നമ്മളതിലെ കളിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം സിഡ്നി ലോപ്പസ് കബ്രാലിന്റെ ഗോൾ, അത് ഈ ഇതുവരെ കണ്ട ഈ ലോകകപ്പിൽ കണ്ട ഏറ്റവും മികച്ച ഗോളാണെന്ന് പറയുന്നു. അതിനെ മാത്രം ഒന്ന് പിന്നെ ദിലീപ് എങ്ങനെ കാണും? അവരുടെ 2 ഗോളും, ആദ്യത്തെ ഗോളും ആ റൈറ്റ് വിങ്ങിന്ന് പാസ് കൊടുത്ത് അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ഫിനിഷ് ഒന്നും അല്ല. ഡിഫൻഡർ കാലിന്റെ ഇടയിൽ കൂടി ഇതാക്കേണ്ടത്. അതും നല്ല ഗോളായിരുന്നു. ഇവരും ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡുവാർട്ടെ കളിക്കുന്നത് ഇവിടെയാണ്. ബൾഗേറിയയില് ലൂഡോഗറസ് രാസ്ഗ്രാഡ് എന്ന് പറഞ്ഞൊരു ഇടയ്ക്ക് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ക്വാളിഫയിങ് റൗണ്ടിൽ സാധാരണ ഔട്ട് ആവുന്ന ഒരു ടീമാണ്. മറ്റേ കബ്രാല് കളിക്കുന്നത് ട്രാബ്സോൺ സ്പോർ. കുറച്ചു കാലം ബെൻഫിക്കയിലായിരുന്നു, അവർ വിറ്റു. ഇപ്പൊ ടർക്കിയിൽ ട്രാബ്സോൺ സ്പോർ എന്ന് പറഞ്ഞ ക്ലബിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇവരാരും ഒരു ഹൗസ് ഹോൾഡ് നെയിം അല്ല. വൊസീന 5 രാജ്യത്ത് കളിച്ചിട്ടുണ്ട്. ആംഗോള തുടങ്ങി മോൾഡോവ, സ്ലോവാക്യ, ഇവിടെയൊക്കെ. പക്ഷെ എന്നിട്ട് ഇവർ ഒരുമിച്ച് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്ന് അവർ ശരിക്കും കളിക്കാൻ വന്നത്. പല ടീമുകളും ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു 0-0 പിടിച്ചു നിൽക്കാൻ നോക്കാം, എന്നിട്ട് പെനൽറ്റിയിലേക്ക് പോവാന്നുള്ള
ഒരു മനസ്സിലായിട്ടാ വരും. ഇവര് ശരിക്കും അർജന്റീന അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ആ രണ്ടാമത്തെ ഗോള് എല്ലാവരും പറയണ പോലെ അത്രയും ഫുൾ ബാക്സിന്റെ അടുത്ത് നിന്ന് ഞാൻ ഇതിലും മികച്ച ഗോൾസ് അധികം കണ്ടിട്ടില്ല. ബ്രസീലിന്റെ ജോസിമാർ 86-ലും പിന്നെ ലിലിയൻ തുറാം ഫ്രാൻസിന് വേണ്ടി ഒരു സെമിയില് ക്രൊയേഷ്യക്കെതിരെ 98-ല്. ഇത് ആ ക്ലാസ്സിലുള്ള ഒരു ഗോളായിരുന്നു. ഒരു ഫുൾ ബാക്ക് ആണ് അടിക്കേണ്ടത്, സ്ട്രൈക്കർ അല്ല. നമ്മള് പിന്നെ നമ്മുടെ ഒരു ഫാൻഡം ഇതൊന്നും വെച്ചിട്ടല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും അർജന്റീന തോൽക്കാൻ നല്ല സാധ്യതയുള്ള കളിയായിരുന്നു ഇന്നലത്തെ. പക്ഷേ അതിനകത്ത് നമ്മൾ ഇവരുടെ ജസ്റ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അർജന്റീനിയൻ പ്ലേയേഴ്സിന്റെ ജസ്റ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു സാധാരണഗതിയിൽ തോൽക്കുന്നതും ജയിക്കുന്നതും കളിയിലൊക്കെ കാണിക്കുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നേച്ചർ അവസാനം പോലും നിലനിർത്തില്ല. അവർ ഭയങ്കര ഷോക്ക്ഡായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. മെസ്സിയുടെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഞങ്ങൾ ആദ്യത്തെ ഗോൾ അടിക്കാൻ പറ്റി, അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു എന്താ ഇന്റൻസിറ്റി പോയി ആ വാക്കുകൾ പറഞ്ഞില്ല, പക്ഷെ അതാണ് ഉദ്ദേശിച്ചത്. പിന്നീട് അവര് ഭയങ്കരമായി കളിക്കാനും തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യം വന്നു. പിന്നെ ആദ്യം തിരിച്ച് പിടിച്ചെടുത്തു കളി. പക്ഷെ ആ വാക്കുകൾ തന്നെ മനസ്സിലാക്കി എന്തൊരു സ്ട്രഗിൾ ആയിരുന്നു. ഇതിപ്പോ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു മികച്ച കളിയായിരുന്നില്ല. എന്നാലും കൂടി ഒരു ഗോൾ പോലെ, അതും ഒരു വണ്ടർ ഗോൾ, ശരിക്കും ലോങ് പാസ് കൺട്രോൾ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ കോർണറും അവസാനത്തെ ഗോളിനുള്ള കോർണറും മെസ്സിയുടെയാണ്. അപ്പൊ ഇതാണ് ഒരു വലിയൊരു വ്യത്യാസം. ഇങ്ങനത്തെ കളിക്കാരുള്ളപ്പോ നിങ്ങൾ എത്ര മോശമായി കളിച്ചാലും ആ ഒരു എസ്കേപ്പ് റൂട്ട് ഉണ്ട്. ഇപ്പൊ കേപ്പ് വെർഡെയുടെ ഒരു ഫ്യൂച്ചർ നമുക്കിപ്പം ഈ ഫിഫയുടെ എന്തായാലും റാങ്കിൽ അവർ മുന്നോട്ട് വരും. അതല്ലാതെ ഒരു ഫുട്ബോൾ ഒരു ഭൂപടത്തിൽ ഇനി എന്തായിരിക്കും അവരുടെ ഭാവി? വലിയ ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ഒരു പ്ലെയർ ബേസ് ഇല്ലല്ലോ. മറ്റേ ഇപ്പൊ കാമറൂണും നൈജീരിയൊക്കെ എന്തായാലും ശക്തമായിട്ട് തിരിച്ചു വരും. അവർക്ക് അതിനുള്ള ഒരു പോപ്പുലേഷൻസും ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ ലോകകപ്പിൽ നിരാശപ്പെടുത്തിയ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇതൊക്കെ വലിയ ഫുട്ബോൾ കൾച്ചറുള്ള രാജ്യങ്ങളാണ്. ഗാന ആയാലും ട്യൂണിസ്യ ആയാലും ഒക്കെ വലിയ ക്ലബുകളുള്ള രാജ്യങ്ങളാണ്. ഹാർട്സ് ഓഫ് ഓക്ക്, മറ്റേ എസ്പെറാൻസ് ട്യൂണിസ്, ഇവരൊക്കെ വലിയ ക്ലബ്സാണ്. അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു രാജ്യം. ഈ ഒരു തലമുറ കളിക്കാർ കഴിഞ്ഞാൽ പിന്നെ ആര് വരുന്നുള്ള ചോദ്യം എപ്പോഴും വരും. ഇപ്പൊ അങ്കോളയും ടോഗോ ഒക്കെ ഓരോ തവണ ലോകകപ്പ് കളിച്ചത്. ഇപ്പൊ ആരും അവരെ കാണുന്ന പോലും ഇല്ല. ആഫ്കോണിൽ ഇടയ്ക്ക് കളിക്കുന്നല്ലാതെ. അതാണ് ഒരു വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത്. നമ്മളിപ്പോ കേപ്പ് വെർഡെയുടെ ഗോൾ കീപ്പറെ പറ്റി പറയുന്നുണ്ട്, കുറെ അധികം ബൊസീഞ്ഞിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ മാർട്ടിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ലോകോത്തര ആ സേവ് ഇല്ലെങ്കിൽ പെനൽറ്റിയിലേക്ക് പോവായിരുന്നു. ഫ്രീ കിക്ക് എന്നുള്ള സേവ് ഇല്ലെങ്കിൽ. അല്ല, മാത്രമല്ല മൂപ്പരെ വളരെയധികം തോൽപ്പിച്ച ഒരു കളിയാണ് ഇന്നലത്തത്. മാർട്ടിനസിന്റെ മാനസികമായിട്ടുള്ള ഒരു ശക്തിയാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തെ ഗോളിന് ഞാൻ അധികം കുറ്റം പറയില്ല. എന്താ വെച്ചാൽ അത്രയും മികച്ചൊരു കേളിംഗ് ഷോട്ടായിരുന്നു. ആദ്യത്തെ ഗോള് ചിലപ്പോൾ തടുക്കായിരുന്നു എന്ന് പറയാം. പക്ഷെ ആ അവസാന നിമിഷങ്ങളിൽ ആ ഫ്രീ കിക്ക് തടഞ്ഞില്ലെങ്കിൽ പെനൽറ്റിയിലേക്ക് പെനൽറ്റി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ആർക്കും പറയാനും പറ്റില്ല. CyberSquare is a complete learning ecosystem designed for schools. Students don't just learn technology, they build it with conceptual learning, practical coding, experiential robotics, and opportunities to showcase their innovations on national and international platforms. CyberSquare AI and Robotics. ഇനി വരാൻ പോകുന്നത് ഈജിപ്തായിട്ടുള്ള കളിയാണല്ലോ. ഈജിപ്തിന്റെ കളിയെ കുറിച്ച് നമുക്ക് പറയാം. പക്ഷെ അർജന്റീന ഭയങ്കര സേഫ് ആയിരിക്കുമോ ഈജിപ്തിന്റെ അടുത്ത്? ഇനി അവരിങ്ങനെ കളിക്കില്ല. ഇതൊരു ശരിക്കൊരു ഷോക്ക് കിട്ടിയ പോലെ തന്നെയാണ്. എല്ലാ ടീമിനും അത് ആവശ്യമാണ്. ഇപ്പൊ സ്പെയിനിന് അത് കേപ്പ് വെർഡെക്ക് എതിരെ കിട്ടി. അർജന്റീനക്ക് കഴിഞ്ഞ തവണ സൗദി അറേബ്യയുടെ എതിരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ ഇപ്പൊ കളിക്കുമ്പോൾ 40 കൊല്ലം മുമ്പൊക്കെ ചിലപ്പോൾ കുറച്ച് ഈസി മാച്ചസ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെ ഈസി മാച്ചസ് എന്നുള്ളൊരു കാര്യമില്ല ശരിക്കും. അപ്പൊ എല്ലാ കളിയിലും നിങ്ങൾ ഫുള്ളി സ്വിച്ച്ഡ് ഓൺ അല്ലെങ്കിൽ പണി കിട്ടും, ഏത് ടീമായാലും. അപ്പൊ അത് ഈ കളിയിൽ നിന്ന് അർജന്റീനക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവര് ടീം സെലക്ഷൻ ആയാലും കളിക്കണ കളിക്കാരുടെ ഇന്റൻസിറ്റി ഒക്കെ അത് 100% ആയിരിക്കും. ഇന്നലെ ഡിപ്പോളിനെയും മെദീനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു. അവർ അത്രയും ഓടി ക്ഷീണിച്ചിട്ട് അത്ര നന്നായിട്ടാണ് കേപ്പ് വെർഡെ കളിച്ചത്. ഈജിപ്തിനെ പറ്റി പറയുന്ന സമയത്ത് ഈജിപ്ത് ഓസ്ട്രേലിയക്കെതിരെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഏതാണ്ട് സമശീർഷരായിട്ടുള്ള 2 ടീമുകൾ തമ്മിൽ അതുപോലെ തന്നെ
എക്സ്ട്രാ ടൈമിലേക്ക് പോകേണ്ടി വന്നു, അതിനകത്ത് പെനാൽറ്റിയിൽ ജയിക്കുന്നു. പക്ഷെ അത് പിന്നെ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ അർജന്റീനയെ നേരിടാൻ പോകുന്ന സമയത്ത്? ഈജിപ്തിന് വരാൻ പോണ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അവര് തീരെ നന്നായി കളിച്ചിട്ടില്ല. നേരത്തെ ഒരു ഗോള് കിട്ടി, ഇമാം അഷ്റഫിന്റെ നല്ല ഗോളായിരുന്നു അത്, നല്ല ക്രോസ്, നല്ല ഫിനിഷ്. പക്ഷെ അതിനുശേഷം അവർ കാര്യമായിട്ട് കളിച്ചിട്ടില്ല. ഓസ്ട്രേലിയയുടെ ഫിനിഷിങ് മോശമായത് കാരണം ആദ്യം വോൾപാറ്റ് ഒരു ബാർ തട്ടി ആദ്യത്തെ നിമിഷങ്ങളിൽ. അതിനുശേഷം ഓസ്ട്രേലിയ പലതവണയും ആ ഫൈനൽ തേർഡിലെത്തിയെങ്കിലും ഫിനിഷിങ് ടച്ച് ഉണ്ടായിരുന്നില്ല ആ ഗോള് മാറ്റി നിർത്തി കഴിഞ്ഞാൽ. പക്ഷെ രണ്ട് ടീംസും വളരെ ഒരു ശരാശരി ഒരു മോശം കളിയായിരുന്നു ശരിക്കും. ആകെപ്പാട് 4 ഷോട്ട് ഓൺ ഗോൾ, കുറെ മിഡ്ഫീൽഡിൽ ബോള് ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അങ്ങനത്തെ ഒരു കളിയായിരുന്നു. പിന്നെ വളരെ റഫ് ആയിരുന്നു, കുറെ എന്താ പറയുക ഒരു യെല്ലോ കാർഡ് സാധ്യതയുള്ള ടാക്കിൾസ് ഉള്ള ഒരു കളി. അത് പക്ഷെ ഓസ്ട്രേലിയ കളിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ മുഹമ്മദ് സാല അല്ലെങ്കിൽ ഹാനി ഇങ്ങനെയൊക്കെ അതിനകത്ത് ഇപ്പം സാലയുടെ ഒരു അവസാന കളികളായിരിക്കുമല്ലോ ഇതൊക്കെ. ഹാനിയെ പോലെയുള്ള ആൾക്കാർ, പുതിയ ആൾക്കാർ എത്ര സാധ്യതയുണ്ട് ഇനി ഈജിപ്തിന് മുന്നോട്ടുള്ള ഇതിൽ? അർജന്റീനക്കെതിരെ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ അവര് ജയിക്കണമെങ്കിൽ അവരുടെ എല്ലാ നല്ല കളിക്കാരും മാക്സിമം ലെവലിൽ കളിക്കണം. ഇപ്പൊ ഇന്നലെ 1-0 ആയിരിക്കുമ്പോൾ ഒമാർ മാമൂഷിനൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു കളി ഫിനിഷ് ചെയ്യാൻ. അത് വൈഡായിട്ട് കൊടുത്തിട്ടാണ് ഓസ്ട്രേലിയ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചടിക്കുന്നത്. അല്ലെങ്കിൽ അത് കളി അപ്പൊ തീർന്നു. 2-0 ഓസ്ട്രേലിയക്ക് 2 ഗോളൊന്നും അടിക്കാൻ കഴിവുള്ള ടീമല്ല. അപ്പൊ അങ്ങനത്തെ ചാൻസ് ഒന്നും പാഴാക്കാൻ പറ്റില്ല ഈ ലെവലിൽ, ഈ റൗണ്ട് ഓഫ് 16 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ. അപ്പൊ ഈ മാർമൂഷ് ആയാലും സാല ഇന്നലെ കുറെ നല്ല ടച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ ആ ഫിനിഷിങ് ഇതൊന്നും പോരായിരുന്നു. അപ്പൊ ആ കളിക്കാരൊക്കെ ഒരുമിച്ച് ആ പീക്ക് ഇതിൽ കളിക്കേണ്ടി വരും. കൊളംബിയ ഖാന മത്സരത്തിൽ നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ട ഖാനയല്ല ഇന്നലെ കളിച്ചത്. കൊളംബിയക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള അപ്പർ ഹാൻഡുള്ള പോലെയായിരുന്നു ആ കളി. അത് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഐ മീൻ ഖാന രണ്ടാം പകുതിയിൽ വന്ന് കളിക്കേണ്ടി വന്നു എന്നുവെച്ചാൽ മറ്റവർക്ക് ലീഡ് ഉള്ളത് കാരണം. പക്ഷെ എന്നാലും ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നില്ല ഖാനയ്ക്ക്. പിന്നെ ശരിക്കും ഒരു ക്വാളിറ്റി സ്ട്രൈക്കർ ഇല്ലാത്തതിൻ്റെ ഇതാ അവരുടെ കളിയിൽ നിന്ന് കാണാൻ പറ്റും. സെമനിയൊക്കെ ശരിക്കും ഒരു വൈറ്റ് പ്ലെയർ ആണ്. വൈറ്റ് പ്ലെയർക്ക് ഒരു കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു ഹാളൻഡിനെ പോലത്തെ ഒരു സെൻട്രൽ സ്ട്രൈക്കറിന്റെ കൂടെ കളിക്കുമ്പോൾ ആണ് അവർക്ക് എളുപ്പം. ഇത് ശരിക്കും അങ്ങനത്തെ ഒരു ടാർഗറ്റ് മാൻ ഇല്ല ഈ ടീമിന്. പിന്നെ കാർലോസ് കിറോഷ് എപ്പോഴും സെറ്റപ്പ് ചെയ്യേണ്ട ഒരു ഡിഫെൻസീവ് ഇതായിട്ടാണ്. പിന്നെ ഒരു നിവൃത്തി ഇല്ലാത്തപ്പോഴാണ് അറ്റാക്കിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഇറക്കുന്നത്. എന്നിട്ട് അവർ കുറച്ച് അവസാന നിമിഷങ്ങളിൽ സൃഷ്ടിച്ചു. പക്ഷെ കൊളംബിയക്ക് ഇഷ്ടം പോലെ റിസർവിൽ ഉണ്ടായിരുന്നു. ഒരു ഗോള് ലൂയിസ് ഡിയാസിന്റെ ജസ്റ്റ് ഓഫ് സൈഡ് ആയിരുന്നു. വേറെ 2-3 നല്ല സേവ്സ് ഖാനയുടെ കീപ്പർ. അപ്പൊ അവര് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പേടിക്കേണ്ട ഒരു ടീമാണ് കൊളംബിയ. ഈ അതിനകത്തുള്ള ഏക ഗോൾ ഉണ്ടല്ലോ ജോൺ എറീസിന്റെ ഗോൾ, അത് ദിലീപ് എങ്ങനെ കാണുന്നതിന്? ഞാൻ കഴിഞ്ഞ പോർച്ചുഗൽ കളി കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മാൻ ഓഫ് ദ മാച്ച്. അവര് ഒഫീഷ്യൽ ഇത് ആരാ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്റെ മാൻ ഓഫ് ദ മാച്ച് അരിയസ് ആയിരുന്നു ആ കളിയിൽ. വളരെ മികച്ച കളിക്കാരനാണ്. മിഡ്ഫീൽഡിൽ നിന്ന് ബോക്സിലേക്ക് വന്ന് ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള ഒരു കളിക്കാരൻ. ഇപ്പൊ എല്ലാ ശ്രദ്ധ മുഴുവൻ ലൂയിസ് ഡിയാസിനും മറ്റേ സ്വാരസ് ഭയങ്കര ഗോൾ സ്കോറിംഗ് ഫോമിലാണ്. അപ്പൊ അവരുടെ മേതൊക്കെയാണ് ശ്രദ്ധ. പിന്നെ ഡാനിയൽ മുനോസ് മറ്റേ ഇംഗ്ലണ്ടിലൊക്കെ കളിക്കേണ്ടത് കാരണം. അപ്പൊ ഇവർക്ക് പക്ഷെ വേറെയും കുറെ നല്ല കളിക്കാരുണ്ട്. റൗണ്ട് ഓഫ് 16 തുടങ്ങുന്ന സമയത്ത് ഫ്രാൻസിന്റെ കളി, പരാഗ്വേറ്റുള്ള കളി, അത് നമ്മൾ പ്രതീക്ഷിക്കുക ഫ്രാൻസിന് അത്രയും ഡോമിനൻസ് ഉള്ള ഒരു കളിയായിരിക്കുന്നതാണ്. പക്ഷെ അപ്പുറത്ത് പരാഗ്വേ ആയതുകൊണ്ട് നമുക്ക് പേടിയുണ്ട്. ഒരു കാര്യം പറയുള്ളൂ, ഇതിന് ഞാൻ ഈ ഓപ്റ്റ അനാലിസിസ് ഇടയ്ക്ക് ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ അവരുടെ ആദ്യം ഇത് തുടങ്ങിയവരുടെ കൂടെയൊക്കെ പണ്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാ കളിക്ക് മുമ്പ് ജയസാധ്യത ഇത് കൊടുക്കും. അപ്പൊ ഇതില് ഈ ലോകകപ്പിൽ ഏറ്റവും ജയസാധ്യത ഉണ്ടായിരുന്നത് അർജന്റീനയ്ക്കായിരുന്നു കേപ്പ് വെർഡെക്കെതിരെ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അധികം ജയസാധ്യത ഉള്ളത് ഫ്രാൻസ് പാരഗ്വേ ആണ്. അപ്പൊ അത് എങ്ങനത്തെ കളിയാവുമെന്ന് എനിക്ക് പ്രവചിക്കാൻ ഒരു താല്പര്യമില്ല. എന്താ വെച്ചാൽ ഇന്നലെ പറ്റിയത്, ഞാൻ ഗോൾ റഷ് എന്ന് പറഞ്ഞു, ശരിക്കും ഗോൾ റഷ് ആയി 60 മിനിറ്റിന് ശേഷം. പക്ഷെ അതിൽ 2 ഗോള് കേപ്പ് വെർഡെ അടിച്ചു. അതെ, അല്ല ഇതിലെന്തായാലും ഫ്രാൻസിന് നമ്മളൊരു അപ്പർ ഹാൻഡ് എന്തായാലും പാരഗ്വേക്ക് വരാൻ പോകും. ഫ്രാൻസ് ഉറപ്പായിട്ടും ജയിക്കും. എന്താ വെച്ചാൽ ഫ്രാൻസിനെതിരെ ഒരു
ലോ ബ്ലോക്കിന് ഒരു പ്രസക്തി ഇല്ല. അത് ലോ ബ്ലോക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണ മറ്റേ ടീം, അറ്റാക്കിംഗ് ടീം കുറച്ച് പ്രഡിക്റ്റബിൾ ആയിരിക്കണം. ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന അറ്റാക്കേഴ്സാണ്. അവർക്ക് ഡ്രിബിൾ ചെയ്യാൻ പറ്റും, പേസ് വെച്ച് നിങ്ങളെ ബീറ്റ് ചെയ്യാൻ പറ്റും, കട്ട് ബാക്സ് പറ്റും, ലോങ് ഷോട്ട്. ഇപ്പൊ ഡെംബെലയും എംബാപ്പയൊക്കെ 30 മീറ്റർ എന്നൊക്കെയാണ് അടിച്ച് ഗോളാക്കുന്നത്. അപ്പൊ ഒരു വിധത്തിൽ നിങ്ങൾക്ക് അത് തടയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു വഴി തടഞ്ഞാൽ വേറൊരു വഴി കണ്ടുപിടിക്കും. പക്ഷെ പാരഗ്വേ ഒരു ഇംപ്രവൈസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഉള്ള ആളെന്ന് തോന്നി, പ്രത്യേകിച്ച് ഈ ടൂർണമെന്റിൽ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവര് ഫ്രാൻസിനോട് എന്തായാലും ഇതുവരെ കളിച്ച പോലെ അവർക്ക് ആകെയുള്ള ഒരു സാധ്യത നേരത്തെ ഒരു ഗോൾ അടിക്കുക. അവര് ടർക്കിക്കെതിരെ അത് ചെയ്തതൊന്നും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കളി ഡിഫൻസിൽ 10 ആള് വേണ്ടി വന്നാൽ 10 ആള് വെച്ച് അവർ ഡിഫെൻഡ് ചെയ്യും. പക്ഷെ എന്നാലും 90 മിനിറ്റ് ഒന്നും ഈ ഫ്രഞ്ച് ടീമിനെ പുറത്ത് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് നല്ലൊരു ഡിഫൻഡേഴ്സ് മാത്രമല്ല, സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ഒക്കെ വളരെ നല്ലോണം പ്രയത്നിക്കുന്ന കളിക്കാരപ്പൊ. ക്യൂബാസ് ആയാലും ബോബിഡിയ, ഇവരൊക്കെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ആൽമിറോൺ വരെ ശരിക്കും ട്രാക്ക് ചെയ്യണ കളിക്കാരൻ. എൻസിസോ ട്രാക്ക് ചെയ്യും. ഇവരൊക്കെ അവര് എഫേർട്ടിന്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ആ സ്കിൽ ഗ്യാപ്പ് ഭയങ്കരമാണ് ഈ കളിയിൽ. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ടീമാണല്ലോ. ഫ്രാൻസ് എന്തെങ്കിലും, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കളി ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിക്ക് മേൽക്കൈ എങ്ങനെയായിരിക്കും അവര്? ഫ്രാൻസ് ഇത് ലൈറ്റായിട്ട് എടുക്കില്ല. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് ഒരിക്കൽ ഒരു 98 ഇവര് പാരഗ്വേ കളിച്ചിട്ട് ശരിക്കും വെള്ളം കുടിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ടൈമിൽ 6 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ജയിക്കുന്നത്. അപ്പൊ പാരഗ്വേ ഫുട്ബോളിന്റെ ആ ഒരു DNA എന്ന് പറയുന്നത് അത് ഒരിക്കലും മാറിയിട്ടില്ല. അത് അവർക്ക് ഫ്രാൻസിന് അറിയും ചെയ്യും. ഡിഡിയെ ഡെഷാംസ് ആയിരുന്നു അപ്പൊ ക്യാപ്റ്റൻ ഫ്രാൻസിന്റെ ആ ടീമിന്റെ. അപ്പൊ തീർച്ചയായിട്ടും അറിയാം, ഫ്രാൻസിന് നന്നായിട്ട് അറിയാം പാരഗ്വേ എങ്ങനെയാ സെറ്റപ്പ് ചെയ്യുക, എങ്ങനെയാ കളിക്കുക. അപ്പൊ അവര് അതിനുള്ള മിക്കവാറും വൈഡായിട്ട് ഇപ്പൊ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മളിപ്പോ എല്ലാ കളിയിലും കണ്ടിട്ടുള്ളത്, ഇപ്പൊ കൊളംബിയ ഗോൾ അടിച്ചതൊക്കെ നോക്കുമ്പോ വൈഡായിട്ട് വിങ്ങർ പോയിട്ട് കട്ട് ബാക്ക് 6 യാർഡ് ബോക്സിലേക്ക് കട്ട് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള ഫോർവേഡ്സ് ഉണ്ടെങ്കിൽ. അപ്പൊ അതായിരിക്കും ഫ്രാൻസിന്റെ സ്ട്രാറ്റജി എന്ന് എനിക്ക് ഏകദേശം ഉറപ്പാണ്. പിന്നെ അവര് ഡയറക്റ്റ് ആയിട്ടും പോകും. എന്താ വെച്ചാൽ ഇവർക്ക് ഒളീസയ്ക്കും എംബാപ്പയ്ക്കും സ്പീഡിൽ ഡ്രിബിൾ ബോൾ വെച്ചിട്ട് ഇത്രയും സ്പീഡ് പോകാൻ പറ്റുന്ന 2 കളിക്കാർ വേറെ മെസ്സി മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ വേറെ. ഇതില് ഈ കളിയില് ദിലീപ് ഒരു ഗോൾ പ്രവചനം നടത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇത് ഫ്രാൻസ് ജയിക്കും, പക്ഷെ ഞാൻ അധികം ഗോൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു 2-0 ഒക്കെ ആയിരിക്കും മിക്കവാറും. മൊറോക്കോ കാനഡയാണ് മറ്റൊരു മത്സരമുള്ളത്. അതിനകത്ത് കാനഡയുടെ കോച്ച് ജെസെ മാർഷ് പറഞ്ഞതെന്ന് വെച്ചാൽ നൈറ്റ്മെയറിഷ് ട്രെയിനിങ് ആയിരുന്നു. കാരണം വെച്ചാൽ എന്താണ് ചെയ്യുക മൊറോക്കോക്കെതിരെ എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്തകൾ മുഴുവൻ. ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അത്രയ്ക്ക് പഠിക്കാനുള്ള എന്താണ് കാനഡയ്ക്ക് മൊറോക്കോയോടുള്ളത്? കാനഡയുടെ ശൈലി ഈ ടൂർണമെന്റിൽ തന്നെ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ കുറെ പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തൊരു ടീം, 60% മേലെ. സൗത്ത് ആഫ്രിക്കക്കെതിരെ ഈ റൗണ്ട് ഓഫ് 32 ആയപ്പോൾ അവർക്ക് 41% ബോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർക്ക് അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് അവരുടെ ടാക്ടിക്സ് മാറ്റാനും അറിയാം. പിന്നെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നല്ല ഫിസിക്കലായിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പൊ മൊറോക്കോന് ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇവർക്ക് കാനഡയ്ക്ക് 10 ഷോട്ടൊന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർക്ക് ഒരു 4-5 കിട്ടിയാൽ കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള കുറച്ച് കളിക്കാരുണ്ട് അവർക്ക്. പിന്നെ നല്ലൊരു ഫാസ്റ്റ് ടീമാണ്. അവർ ഒരിക്കലും ഒരു കളി നിങ്ങൾക്ക് ഈസി ആക്കി തരാൻ പോകുന്നില്ല. ഇവർ കഴിഞ്ഞ ലോകകപ്പിൽ ഒരു കളിച്ച് 2-1 മൊറോക്കോ ജയിച്ചതാണ്. ഏകദേശം ഇതേ ടീം വെച്ചിട്ടാണ് മൊറോക്കോ കളിച്ചത്. കാനഡയുടെ ടീമിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മൊറോക്കോയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, മൊറോക്കോ എങ്ങനെയായിരിക്കും ഇതിനകത്ത് നമ്മുടെ ഒരു സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ കാനഡയെ ബീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലേ? അതെ, മൊറോക്കോ അവരുടെ കഴിവിനനുസരിച്ച് കളിച്ചാൽ ജയിക്കേണ്ട ഒരു കളിയാണ്. പക്ഷെ അവർ ഈ കൗണ്ടർ അറ്റാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അവരും അവരുടെ ചാൻസസ് എടുക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാവും. ഇപ്പൊ നെതർലൻഡ്സിന്റെ എതിരെയൊക്കെ അവർ ശരിക്കും കളി ഡോമിനേറ്റ് ചെയ്തു. 70% നെതർലൻഡ്സിനെതിരെ ബോൾ കിട്ടാവുന്നത് സാധാരണ നടക്കണ കാര്യമില്ല. പക്ഷെ അതിൽ അത് ചാൻസ് ആക്കി മാറ്റി ഗോളാക്കി മാറ്റാൻ അവർക്ക് പറ്റിയില്ല. എന്നിട്ടാണല്ലോ പെനൽറ്റീസിൽ പോയത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരാതിരിക്കാൻ നോക്കണം. കിട്ടണ ചാൻസസ് ഫിനിഷ് ചെയ്തിപ്പോ
സൈബാറി മാത്രമേ ഗോൾ അടിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം വരാൻ പാടില്ല. ഇപ്പൊ ബ്രൈം ഡിയാസ് ആയാലും മറ്റാൽക്കനൂസ് ആയാലും അവിടുന്നും കുറച്ച് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് ആരെങ്കിലും ഗോൾ അടിക്കേണ്ടി വരും. ഇതില് എങ്ങനെയായിരിക്കും ദിലീപിന്റെ പ്രവചനം എന്താണ്? ഇത് ഞാൻ 2-1 മൊറോക്കോ ജയിക്കുന്നത്. എനിക്ക് കാനഡയ്ക്ക് ഗോൾ അടിക്കാൻ കഴിവുള്ള കളിക്കാരുണ്ട്. ഇപ്പൊ ജോൺസൺ ഡേവിഡ് ആയാലും അൽഫോൺസോ ഡേവിസ് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നാലും ഒക്കെ അവർക്ക് കളിക്കാരുണ്ട്. എസ്റ്റയ്ക്ക് മറ്റേ റൗണ്ട് ഓഫ് 32 ഒരു ഉഗ്രം ഗോൾ അടിച്ചു. അപ്പൊ അങ്ങനത്തെ കുറച്ച് കളിക്കാരുള്ളത് കാരണം ഇത് നല്ലൊരു ടൈറ്റ് കളിയായിരിക്കും. പക്ഷെ മൊറോക്കോ ഒരു ഗോളിന് ജയിക്കും.